ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതിൻ്റെ കാരണം ഇന്ന് അബാക് മീഡിയ തുടങ്ങിയപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ ഒരു സ്പിരിച്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കാനോ ഒന്നും വേണ്ടി തുടങ്ങിയതല്ല. ആദ്യമായി എൻ്റെ ആശയം പങ്കുവെച്ചത് വളരെ അവിചാരിതമായി ബഹുമാനായ ആദരണീയനായ തസ്മൈ ഗുരുജിയോടാണ്. ഞാൻ ആദ്യം കാണുന്ന രോഹിത്ത് ഒരു പ്രോപ്പർ ചാനലായിരുന്നു. അതിൽ നിന്ന് വന്നപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തി. താൻ ആരുടെ ഉദരത്തിലാണോ കിടക്കുന്നത് ആ അമ്മ ഇതൊന്നും അറിയുന്നില്ല. അമ്മ ഈ കുഞ്ഞിൻ്റെ ചവിട്ടേറ്റ് കുഞ്ഞ് ഏൽപ്പിക്കുന്ന പീഡനങ്ങളേറ്റ് അമ്മ വേദന കൊണ്ട് പുളയുകയാണ്. സിനിമയും കലയും കലാകാരന്മാരും ഒക്കെ നിറഞ്ഞു വരട്ടെ, സമൂഹത്തിലേക്ക് പുതിയ വെളിച്ചം പകരട്ടെ. എല്ലാവർക്കും നമസ്കാരം. എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹത്തോടു കൂടി നമ്മുടെ സ്പിരിച്വൽ അവേഴ്സ് 3 ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് ചേട്ടായി സ്വാമിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഓം ശ്രീനാരായണ സദ്ഗുരോ കുരുകൃപാവാരാനിധേ പാഹിനോ നാഥ ത്വത്പദ പങ്കജ സ്മൃതിമാൻ ശുദ്ധീകരോത്വഞ്ജസ ധർമ്മസ്ഥാപന കർമ്മലോലുപമതേ ത്വം ബ്രഹ്മരാധോ അഭവ തസ്മൈ ശ്രീ ഗുരുമൂർത്തേ നമൈദം നാരായണായാന്വഹം. എന്തായാലും സ്പിരിച്വൽ അവേഴ്സ് 3 അതിൻ്റെ ചടങ്ങുകളിലേക്ക് നടക്കുന്നതിന് മുമ്പ് ആരാധ്യരായ ഗുരുക്കന്മാർ എത്തിക്കഴിഞ്ഞു. അവരെ സ്വീകരിക്കുന്ന ചടങ്ങാണ്. തസ്മൈ ഗുരുജിയെ പൂർണ്ണകുംഭം കൊടുത്ത് സ്വീകരിക്കുന്നതിനായി പ്രിയങ്കരനായ പ്രദീപേട്ടനെ ക്ഷണിക്കുകയാണ്. പ്രദീപേട്ടൻ എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ അബാക് ജ്യോതിഷത്തിൻ്റെ ക്രിയേറ്റീവ് ഹെഡും ഒട്ടനവധി മേഖലകളിൽ സ്പിരിച്വൽ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുമാണ്. അദ്വൈതാനന്ദപുരി സ്വാമി ശ്രീ ശങ്കരാചാര്യ പരമ്പരയിലെ പുരി ആശ്രമം ബാംഗ്ലൂർ, അവിടെ നിന്നുമാണ് അദ്വൈതാനന്ദപുരി സ്വാമി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആരാധ്യനായ അദ്വൈതാനന്ദപുരി സ്വാമിയെ സ്വാഗതം ചെയ്യുകയാണ്. ശങ്കരാചാര്യ പരമ്പരയിലെ കർണാടക ബാംഗ്ലൂരിലെ പുരി ആശ്രമത്തിലെ സ്വാമിജി, ഏറ്റവും ആരാധ്യനായ സ്വാമിജിയെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ പൂർണ്ണകുംഭം കൊടുത്ത് സ്വീകരിക്കാൻ അബാക് പബ്ലിക്കേഷൻസിൻ്റെ ജനറൽ മാനേജർ പ്രശാന്തിനെ ക്ഷണിക്കുകയാണ്. അടുത്തത് ഏറ്റവും പ്രിയങ്കരനും ബഹുമാനുമായ ശ്രീനിവാസ പൈസാറാണ്. ശ്രീനിവാസ പൈസാറിന് പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കുന്നതിന് അബാക് മീഡിയയുടെ ക്രിയേറ്റീവ് ഹെഡ് റോജിൻ ബാബാജിയെ ക്ഷണിക്കുകയാണ്. റോജിനും ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ആചാര്യനായി മാറിയിരിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. അല്പം താമസിച്ച് തുടങ്ങുന്നത് എല്ലാം മനോഹരമായി നിർത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആർക്കും മനസ്സിലൊരു വിഷമം വേണ്ട. നമ്മൾ സ്പിരിച്വൽ അവേഴ്സ് 3 ആരംഭിക്കുകയാണ്. സ്പിരിച്വൽ അവേഴ്സ് 3 ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ആമുഖങ്ങളുടെയും ആവശ്യമില്ല. കാരണം പരിചിതമായ മുഖങ്ങൾ തന്നെയാണ് മുന്നിലിരിക്കുന്നത്. ഞങ്ങളുടെ അബാക് മീഡിയയുടെ കുടുംബാംഗങ്ങളാണ്. സന്തോഷം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം. തൃശ്ശൂരിൽ വെച്ച് നടന്ന സ്പിരിച്വൽ അവേഴ്സ് അവസാനിച്ചപ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. അബാക് പബ്ലിക്കേഷൻസ് പുതിയ എഴുത്തുകാരെ കൈപിടിക്കുന്നതിനായി ഒരു പുതിയ സംരംഭം ആരംഭിക്കുമെന്ന്. അത് യാഥാർത്ഥ്യമാകുന്ന നിമിഷമാണ്. അതിനുകൂടിയുള്ള ഭദ്രദീപ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. ഗുരുക്കന്മാരെ ക്ഷണിക്കുന്നു. ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെ കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പുതിയൊരു സംരംഭം തുടങ്ങുകയാണ്. അഞ്ജലി. അഗ്നേതവ യത്തേജസ്തദ്ബ്രഹ്മം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഃ
ത്വൈവിഷയാ ഇതി സമിതോ ജുഹോമി മുനിവീശം തമീവം ഓം. ഗുരുശരണം. ശുഭം ഭവതു കല്യാണി ആരോഗ്യധന സമ്പദ മമ ബുദ്ധി പ്രകാശായ ദീപം ജ്യോതി നമോസ്തുതേ. അത് കഴിഞ്ഞ് നമ്മൾ ചൊല്ലേണ്ടത്, ഇത് സാധാരണക്കാർ ചൊല്ലേണ്ടത് കേട്ടോ, സ്വാമിജി ചൊല്ലിയത് വേദമന്ത്രങ്ങളാണ്. ആയുർദേഹി ധനം ദേഹി വിദ്യാം ദേഹി മഹേശ്വരി സമസ്തമഖിലം ദേഹി ദേഹിമേ പരമേശ്വരി. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ 21 ദിവസങ്ങൾക്കകം മാറ്റങ്ങൾ അറിയുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. എന്തായാലും അരുണ അബാക് പബ്ലിക്കേഷൻസിന്റെ ലോഗോ ഒന്നുകൂടി ഒന്ന് ഡിസ്പ്ലേ ചെയ്യൂ. ഇതാണ് അബാക് പബ്ലിക്കേഷൻസിന്റെ ലോഗോ. ഒരു ചെറിയ കയ്യടി. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതിന്റെ കാരണം, ഇന്ന് അബാക് മീഡിയ തുടങ്ങിയപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ ഒരു സ്പിരിച്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കാനൊന്നും വേണ്ടി തുടങ്ങിയതല്ല. ആദ്യമായി എൻ്റെ ആശയം പങ്കുവെച്ചത് വളരെ അവിചാരിതമായി ബഹുമാനായ ആദരണീയനായ തസ്മൈ ഗുരുജിയോടാണ്. അന്ന് എനിക്ക് അങ്ങ് പകർന്നു തന്ന ഊർജം, അത് പിന്നീട് പോകെ പോകെ ശ്രീനിവാസ പൈസാറിലേക്കും അദ്വൈതാനന്ദപുരി സ്വാമിയിലേക്കും ഒക്കെ എത്തിയപ്പോൾ എൻ്റെ ഓരോ കർമ്മങ്ങൾക്കും കാരണങ്ങളായ 3 പേരാണ് നിങ്ങൾക്ക് മുന്നിലിരിക്കുന്നത്. പബ്ലിക്കേഷൻസിൻ്റെ ആശയം ആദ്യം എന്നോട് പറഞ്ഞത് അദ്വൈതാനന്ദപുരി സ്വാമിയാണ്. ഹൈന്ദവ പുരാണങ്ങളെക്കുറിച്ച് ഒട്ടനവധി പുസ്തകങ്ങൾ, നിങ്ങൾ വായിച്ചിട്ടുള്ള പല പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചതായിരിക്കാം വിവിധ പബ്ലിക്കേഷൻസുകളിലൂടെ. എന്നോടൊരിക്കൽ പറഞ്ഞു, എത്ര വേണ്ട എന്ന് പറഞ്ഞാലും ഈ ഇരിക്കുന്ന 2 പേരും എന്നെ സാറേ എന്ന് വിളിക്കും. ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുത്. എങ്കിലും അദ്വൈതാനന്ദപുരി സ്വാമി, സാറേ ഞാനൊരു 3 പുസ്തകങ്ങൾ രചിച്ചു വെച്ചിട്ടുണ്ട്, സാറൊരു പബ്ലിക്കേഷൻസ് തുടങ്ങൂ എന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ സ്വാമിയെ വിളിച്ചു പറഞ്ഞു, സ്വാമി പബ്ലിക്കേഷൻസിൻ്റെ ഉദ്ഘാടനമാണ്, അങ്ങ് ക്ഷമിക്കണം, അങ്ങയുടെ പുസ്തകങ്ങളല്ല, മറിച്ച് തസ്മൈ കുടുംബത്തിൽ നിന്ന് 2 പേർ എഴുതിയ 2 പുസ്തകങ്ങളാണ് നമ്മൾ ആദ്യമായി പ്രകാശനം ചെയ്യുന്നത്. അദ്വൈതാനന്ദപുരി സ്വാമിയോട് അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം പൂർണ്ണ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു, നല്ല കാര്യമാണ് സാറേ, സാറിൻ്റെ ഊർജത്തിൽ അത് പറ്റും, ഞാൻ കൂടെയുണ്ട് എപ്പോഴും എന്ന് പറഞ്ഞു. അപ്പോൾ അബാക് പബ്ലിക്കേഷൻസിൻ്റെ ആദ്യ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം കൂടി നമുക്ക് നടത്തിയിട്ട് സ്പിരിച്വൽ അവേഴ്സിലേക്ക് കടക്കാം. ആദ്യത്തെ പുസ്തകം ശ്രീകണ്ഠൻ ചേട്ടൻ, ഏറെ പ്രിയങ്കരനായ ശ്രീകണ്ഠൻ ചേട്ടൻ്റെ ആദ്യത്തെ കൃതിയാണ്. അദ്ദേഹം എഴുതിയ ഗുരുവിൽ നിന്ന് ഗുരുദേവനിലേക്ക് തസ്മൈ ഗുരുജിയിലൂടെ വളരെ മനോഹരമായി ഒറ്റ സ്ട്രെച്ചിൽ ഞങ്ങൾ വായിച്ചു തീർത്ത പുസ്തകമാണത്. പുസ്തകം എഡിറ്റ് ചെയ്യാൻ പ്രശാന്ത് എടുത്തിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഇതിനകത്ത് എഡിറ്റ് ചെയ്യാനൊന്നുമില്ല, അത്രയും മനോഹരമായിട്ടാണ് പുസ്തകം ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന്. മനോഹരമായി ഞങ്ങൾക്കത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നത്, ഇതാണ് അതിൻ്റെ കവർ പേജ്. അപ്പോൾ തസ്മൈ ഗുരുജി തന്നെ അത് പ്രകാശനം ചെയ്യുന്നതാകും. ഇതൊരു വലിയ സന്തോഷമുള്ള മുഹൂർത്തമാണ്. നിങ്ങളെല്ലാവരെയും, അതുപോലെ അബാക് മീഡിയയുടെ ഭാഗമായിട്ടുള്ള ഓരോ ആളുകളെയും ഇവിടെ ഉണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ഈ കർമ്മം നിർവഹിക്കുന്നത്. കാരണം എല്ലാവരും ഓരോ ജോലിയിലാണ്. 15 വർഷം മുമ്പ് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതാണ്, അത് കനലായി അവിടെ ചാരം മൂടിക്കിടന്നു. ഇപ്പോൾ ഇവർ 2 ഗുരുക്കന്മാർ അതിന് ഒരു ഊർജം പകർന്നിരിക്കുന്നു. അത് ശ്രീകണ്ഠൻ ചേട്ടൻ എപ്പോഴും കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ വരുന്ന ശ്രീകണ്ഠൻ ചേട്ടൻ്റെ പുസ്തകം. ഒപ്പം വിജയകുമാർ ചേട്ടനെയും കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വിജയകുമാർ പുഷ്പദാസ്. 2 പുസ്തകങ്ങൾ സ്പിരിച്വൽ അവേഴ്സിൻ്റെ 2 വേദികളിൽ വെച്ച് നടത്താൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ 3ാമത്തെ പുസ്തകവും ഇതേ വേദിയിൽ അബാക് പബ്ലിക്കേഷൻസിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നു എന്നത് മനോഹരമായി പ്രിന്റ് ചെയ്ത് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗുരുവിൽ നിന്ന് ഗുരുദേവനിലേക്കിൻ്റെ പ്രകാശന കർമ്മം നടക്കുകയാണ്.
ആദ്യത്തെ പുസ്തകം ശ്രീകണ്ഠൻ ചേട്ടന് തന്നെയുള്ളതാണ്. ഗുരുവിൽ നിന്ന് ഗുരുദേവനിലേക്കിൻ്റെ കുറച്ച് കോപ്പികൾ മാത്രമേ എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി എങ്ങനെയാണ് എന്നുള്ളത് ഗുരുജി പറയും. അടുത്തത് ചേട്ടാ ഇവിടെ നിൽക്കുക. നമ്മുടെ വിജയകുമാർ ചേട്ടൻ്റെ പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഡിസ്പ്ലേ തസ്മൈ ഗുരുജിയും ഉണ്ണിയേശുവും. സത്യത്തിൽ അബാക് പബ്ലിക്കേഷൻസിൻ്റെ ആദ്യ പുസ്തകം തസ്മൈ ഗുരുജി ഉണ്ണിയേശുവാണ്. പക്ഷെ പ്രകാശനം ചെയ്തത് മറ്റേതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ പുസ്തകങ്ങൾ നമ്മളെല്ലാ ഇതിലും വരുന്നു. ശ്രീകണ്ഠൻ ചേട്ടൻ്റെ തുടക്കക്കാരനാണ്. അത് ആദ്യം പ്രോത്സാഹിപ്പിക്കണമെന്നും എൻ്റെ വായിൽ വന്ന പേര് ശ്രീകണ്ഠൻ ചേട്ടൻ എന്നാണ്. ഇപ്പോൾ നോക്കിയപ്പോൾ മുന്നിലേക്ക് കണ്ടത് അദ്ദേഹത്തെയാണ്. എന്തായാലും ആ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മത്തിലേക്ക് കടക്കുകയാണ്. സന്തോഷം. അബാക് പബ്ലിക്കേഷൻസിൻ്റെ എല്ലാ കാര്യങ്ങളും എന്നേക്കാൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നത് പ്രശാന്താണ്. ആ സന്തോഷം കൂടി പങ്കുവെക്കുന്നു. നമ്മുടെ ജനറൽ മാനേജറാണ്. കഴിഞ്ഞ ദിവസം തസ്മൈ ഗുരുജി അബാക്കിലെത്തിയപ്പോൾ ആദ്യം ചോദിച്ചത് ആ പയ്യൻ എവിടെ, പ്രശാന്ത് എവിടേതാണ്. അദ്വൈതാനന്ദ ഗുരുസ്വാമി ഇന്ന് ഇവിടെ എത്തിയപ്പോഴും ചോദിച്ചത് ആ പയ്യൻ എവിടെ, പ്രശാന്ത് എവിടെയെന്നാണ്. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു. അപ്പോൾ സ്പിരിച്വൽ അവേഴ്സിലേക്ക് കടക്കാം. ഇത്തവണ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സ്പിരിച്വൽ അവേഴ്സ് നിയന്ത്രിക്കുന്നത്, നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുന്നത് പ്രദീപേട്ടനും റോജിനുമാണ്. ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല. ഡോക്ടർ വിശ്രമം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെയുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ കാഴ്ചക്കാരനായി ഇവിടെയുണ്ട്. താങ്ക് യു. കഴിഞ്ഞ സ്പിരിച്വൽ അവേഴ്സ് സെക്കൻഡ് സമയങ്ങളിൽ എല്ലാവരുടെയും ആത്മാർത്ഥമായ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിലെല്ലാ പേർക്കും ലാസ്റ്റ് സംതൃപ്തിയാകാതെ പോകേണ്ട സാഹചര്യം വന്നു. കാരണം സമയക്കുറവ് മൂലം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് എന്ത് ചോദ്യമാണോ ചോദിക്കാനുള്ളത് ഗുരുക്കന്മാരുമായി സംവാദിക്കാനും ചോദിക്കാനും അത്യാവശ്യം ആരോഗ്യപരമായ ഡിബേറ്റുകൾ നടത്താനുമുള്ളൊരു അവസരമാണ്. അതിലുപരി കഴിഞ്ഞ 2 ഡിബേറ്റുകളിലും ചർച്ചകളിലും എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നൊരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. വന്ന സമയത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല, ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ഇരിക്കുന്ന എല്ലാ പേർക്കും ഓരോ രീതിയിലുള്ള ഡൗട്ടുകളുണ്ടാവും. ആധ്യാത്മിക തലങ്ങളിൽ നമ്മൾ അറിയാനും നമ്മൾ ഈ പറയുന്ന ആധ്യാത്മിക തലങ്ങളിലേക്ക് വന്നത് അറിഞ്ഞോ അറിയാതെ എത്തപ്പെട്ടതാണ്. അപ്പം അതൊരു ഭാഗ്യമായി കണ്ടുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന കുഞ്ഞു ഡൗട്ടാണെങ്കിലും വലിയ ഡൗട്ടാണെങ്കിലും എല്ലാവരും ഓരോ ക്വസ്റ്റ്യനെങ്കിലും ചോദിക്കണമെന്നുള്ളതാണ് എൻ്റെയും അബാക് മീഡിയയുടെയും ഒരു റിക്വസ്റ്റ്. നന്ദി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുരുജി, ഈ പറയുന്ന ചോദ്യോത്തര വേള തുടങ്ങുന്നതിന് മുൻപായിട്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നത് പോലെ ഗുരുജിയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ തസ്മൈ ഗുരുജിയുടെ വാക്കുകൾക്ക് വേണ്ടി എല്ലാവരും കാതോർക്കുകയാണ്. ദയവായി സംസാരിച്ചുകൊണ്ട് തുടങ്ങാം. ഓക്കെ. ഇവിടെ വന്നു ചേർന്ന എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. എനിക്കൊരു കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. അബാക്കിൻ്റെ ഓരോ പുതിയ പ്രവർത്തനത്തിൻ്റെയും ഒരു ഭാഗമാവാൻ പറ്റുക എന്ന് പറഞ്ഞു. നാളെ ഇതൊരു വലിയ സംരംഭമാവട്ടെ എന്ന് എനിക്ക് അനുഗ്രഹിച്ചേ പറ്റുള്ളൂ. ഇവിടെ എനിക്ക് മറ്റൊന്നും പറയാനില്ല. കാരണം ഇത് എത്രമാത്രം നന്നാവുന്നോ അത്രമാത്രം ഈ ഗുരുക്കന്മാരുടെ തത്വം ഇങ്ങനെ കൂടെ കൊണ്ടുപോകും. ഞാൻ ആദ്യം കാണുന്ന രോഹിത്ത് ഒരു പ്രോപ്പർ ചാനലായിരുന്നു. അതിൽ നിന്ന് വന്നിപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തി. ഇനി ഇതൊരു പ്രോപ്പർ സ്പിരിച്വൽ ചാനലായി മാറട്ടെ. അതുപോലെ ബുക്സും സിനിമയും കലയും കലാകാരന്മാരും ഒക്കെ നിറഞ്ഞു വരട്ടെ. സമൂഹത്തിലേക്ക് പുതിയ വെളിച്ചം പകരട്ടെ. ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ആൻസറുകളൊക്കെ പറയാം. അതല്ലേ നല്ലത്? സന്തോഷം. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷേ തസ്മൈ ഗുരുജി വളരെ കേവലം ചെറിയ വാക്കുകൾ കൊണ്ട് അവസാനിപ്പിച്ചു. സ്വാമിജിയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. എന്ത് ചോദ്യം? ഇത് ചോദ്യമല്ല. സ്വാമിജിക്ക് പൂർണ്ണമായിട്ടും ഈ ആധ്യാത്മിക തലങ്ങളിലേക്ക് ഓരോരുത്തർ വന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഗുരുക്കന്മാരുമായി സംസാരിക്കാൻ വേണ്ടിയാണ്. അവരുടെ ചോദ്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപായിട്ട് സ്വാമിജിയെ നമ്മൾ ക്ഷണിക്കും. എന്തേ? സ്വാമിജിയുടെ ഇഷ്ടം എന്താണോ അതുപോലെ. നൃത്തം പറയരുത്. ഇല്ല ഉച്ചവരെ ഇല്ല. നമ്മളൊരു 10 മിനിറ്റ് സ്ലോട്ടിലാണ് തീർക്കാൻ ഉദ്ദേശിക്കുന്നത്.
ഓം 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 മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേവ സദർശിഗണൈരാവൃതം ബ്രഹ്മദിഷ്ടൈ ആചാര്യേന്ദ്രം കരകലിതജിന്മുദ്രമാനന്ദരൂപം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഠേ വടപിടവി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം സകലമുനിജനാനാം ജ്ഞാനദാതാരമാരാത് ത്രിഭുവനഗുരുമീശം ദക്ഷിണാമൂർത്തിദേവം ജനനമരണദുഃഖഛേദദക്ഷം നമാമി ചിത്രം വടതരോർമൂലേ വൃദ്ധാശിഷ്യ ഗുരുർയുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിഹ്ന സംശയ നിതയേ സർവവിദ്യാനാം വിഷയേ ഭവരോഗിണാം ഗുരവേ സർവലോകാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമ പ്രണവാർത്തായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം സകനാവവതു സകനൗ ഭുനക്തു സകവീര്യം കരവാവകൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവകൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇത്രയും പ്രിയപ്പെട്ട ബഹുമാന്യനായ ആത്മയോഗി, അമര സ്വരൂപരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരികളെ, സഹോദരങ്ങളെ, സംസ്കൃതത്തിൽ അത്യന്തം രസകരമായ ഒരു വാക്യമുണ്ട്. മുഹൂർത്തം ജ്വലിതം ശ്രേയ നചധൂമായിതം ചിരം. അർത്ഥം, പാപകർമ്മങ്ങൾ ചെയ്ത് ദീർഘകാലം ജീവിക്കുന്നതിനേക്കാൾ ഒരു മനുഷ്യൻ മുഹൂർത്ത നേരം മാത്രം ജീവിച്ചാൽ മതി. ആ മുഹൂർത്ത നേരത്തെ ധന്യമായ പാവനമായ പുഷ്ടിയുക്തമായ ജീവിതചര്യ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ലോകമുള്ള കാലത്തോളം നിലനിൽക്കും. അതുകൊണ്ട് എത്ര കാലം ഒരു മനുഷ്യൻ, ഒരു ജീവാത്മാവ് കുടികൊള്ളുന്ന ഈ പഞ്ചരവും കൊണ്ട്, ഈ കൂടും കൊണ്ട് നമുക്ക് എത്ര കാലം ഈ ഭൂമിയിൽ സഞ്ചരിക്കാൻ കഴിയും എന്നത് ആർക്കും വ്യക്തമല്ല. എന്നാൽ നമ്മൾ അമൃത സ്വരൂപരുമാണ്, നമുക്ക് മരണമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ പിന്നെ മരിക്കുന്നത് ശരീരമാണ്. ആത്മാവിന് മരണമില്ല. ആത്മാവ് എന്ന് പറയുന്നത് ഇമ്മോർട്ടൽ ബീയിങ് ആണ്, മോർട്ടൽ അല്ല. ഇമ്മോർട്ടലായിരിക്കുന്ന ആ പരമസത്ത സമസ്ത ജീവജാലങ്ങളിലും കുടികൊള്ളുന്നു. അതിനെ പരമാത്മാവിനോട് ചേർക്കലാണ് മാനവജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം. എങ്ങനെ ചേർക്കും? പശ വെച്ചൊട്ടിച്ച് ചേർക്കുന്നതാണോ? അല്ല. നിരന്തരമായ സാധനകളിലൂടെ, നിരന്തരമായ മന്ത്രോച്ചാരണങ്ങളിലൂടെ, നിരന്തരമായ ചിന്തകളിലൂടെ, തപസ്സിലൂടെ അത് നേടിയെടുക്കണം. 24 മണിക്കൂർ ഒരു ദിവസമുള്ളതിൽ 1 മണിക്കൂറെങ്കിലും ഈശ്വരനാമത്തിന് വേണ്ടി ചെലവഴിക്കാത്ത മനുഷ്യൻ ആട്ടിൻകുട്ടിക്ക് സമാനമാണ് എന്ന വിഷ്ണു പുരാണ വാക്യം നമ്മളെല്ലാം അറിയണം.
84 ലക്ഷത്തിൽ പരം ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ജീവാത്മാവ് ഒരു മനുഷ്യ ശരീരം കൈക്കൊള്ളുന്നത്. ഭാഗവതം ഏകാദശം പരിശോധിച്ചാൽ, അതായത് 11-ാം അധ്യായം നന്നായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആദ്യത്തെ ജന്മം രോഗാണുവായിട്ടാണ് എന്ന്. രോഗം വരുമ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് അവിടെ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ തരുമ്പോൾ ഒരു ജന്മം കഴിഞ്ഞു. ആ രോഗാണുക്കൾ മരിച്ചുപോയി. അപ്പോൾ ഒരു ജന്മം കഴിഞ്ഞല്ലോ. പിന്നെ അടുത്ത ജന്മം പരമാചാര്യനും ദക്ഷിണാമൂർത്തിയുടെ പൂർണ്ണാവതാരവുമായിരുന്ന ശങ്കരാചാര്യ പരമഗുരു എന്താ പറഞ്ഞത്? പുനരഭി ജനനം പുനരഭി മരണം പുനരഭി ജനനി ജഡരേ ശയനം. മരിക്കുന്നു, ജനിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, മരിക്കുന്നു. ജനന മരണങ്ങളാകുന്ന ചക്രത്തിൽ കിടന്ന ജീവാത്മാവ് കറങ്ങുന്നു. ഒരിക്കലും ആ ജീവാത്മാവിന് മോക്ഷം അഥവാ കൈവല്യം സിദ്ധിക്കുന്നില്ല. എന്താണ്? കർമ്മശുദ്ധിയില്ല. ചിന്താശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി. ഞാൻ പറഞ്ഞല്ലോ, രോഗാണുവിൽ തുടങ്ങുന്ന ജീവാത്മാവ് പല്ലി, പാറ്റ, കൊതുക്, ചെള്ള്, വണ്ട്, പട്ടി, പൂച്ച എന്ന കണക്കിന് ജനന മരണ ചക്രത്തിലൂടെ കറങ്ങി പുണ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ ആ ജീവാത്മാവിനെ ഈശ്വരൻ ഒരു മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിലേക്ക് എടുത്തിടുന്നു. ഉദാത്ത ജന്മമാണ് മനുഷ്യജന്മമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈശ്വരൻ എങ്ങനെയാണോ ആ രൂപം കൈക്കൊള്ളുന്നത് അതേ രൂപമാണ് നമുക്കും ഭഗവാൻ തന്നിരിക്കുന്നത്. എന്നാലും നമ്മളതറിയുന്നില്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന സർവേശ്വരൻ സാക്ഷിയായിട്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്ന സകല കർമ്മങ്ങളും സാക്ഷിയായിരിക്കുന്ന ഈശ്വരൻ അറിയുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് കർമ്മണ്യേ വാചകാരസ്ഥേ മാഫലേഷു കഥാചന മാകർമ്മ ഫലഹേതുർഭൂർമ്മ തേസംഗോസ്തോ കർമ്മണി. ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. അർജുന, നീ കർമ്മം ചെയ്യാൻ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആസ് എ ക്ഷത്രിയ, യു ഹാവ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് അധർമ്മ. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ക്ഷത്രിയനായി ജനിച്ചു വളർന്ന സ്ഥിതിയിൽ നിന്റെ ജോലി, കർമ്മമെന്ന് പറയുന്നത് അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. സർവൈവൽ ഓഫ് ധർമ്മം നിലനിർത്താൻ വേണ്ടിയാണത്. അതുകൊണ്ട് നിനക്കതിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു നിൽക്കാനാവില്ല. നീ അത് ചെയ്യണം. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ചിന്തിക്കാനേ പാടില്ല. യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എത്ര പേർ മരിക്കും, എത്ര പേർ വിജയിക്കും, അതിൻ്റെ ഗുണദോഷങ്ങൾ എന്താണെന്ന് ഒരു കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളിന് ചിന്തിക്കേണ്ട കാര്യമില്ല. വാട്ട് എവർ ഇറ്റ് മേ ബി റിസൾട്ട് എന്തായാലും ശരി, നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ നമുക്ക് വിധിച്ചിട്ടുള്ള കർമ്മം. ഒരു ബാർബറാണെങ്കിൽ മുടിവെട്ടലാണ് അയാളുടെ കർമ്മം. അതൊരു പുണ്യം തന്നെയാണ്. അയാളത് ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. എന്നതുപോലെ ഏത് കർമ്മവും പരിശുദ്ധമാണ്. ഒരു കർമ്മവും നിഷിദ്ധമല്ല. കുറഞ്ഞ ജോലി, കൂടിയ ജോലി എന്നൊരു സമ്പ്രദായം ആർഷഭാരതത്തിലില്ല. അപ്പോൾ ആദ്യത്തെ ജീവാത്മാവ് രോഗാണുവിൽ കടന്ന് ചെറിയ ജീവികളായി വളർന്ന് പുണ്യത്തിൻ്റെ അളവ് കൂടിയപ്പോൾ ഒരു മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിൽ കിടക്കുന്ന ജീവാത്മാവ് 272 ദിവസത്തിൽ, ഞാൻ പറയുന്നത് ഉപനിഷത്താണ്, 218 ദിവസം കഴിയുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് കണ്ണുകൾ തുറക്കും. കുഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് ഭീതിതമായ രംഗമാണ്. പിത്തവും കഫവും മലവും മൂത്രവും കൊണ്ട് നിറഞ്ഞ അന്ധകാര നിബിഡമായ ഒരു ഗുഹയിലാണല്ലോ ഈശ്വര താൻ അകപ്പെട്ടിരിക്കുന്നതെന്നോർത്ത് ആ കുഞ്ഞ് വ്യസനിക്കും. എന്നിട്ട് വിതർന്നു കിടന്ന കൈകൾ നമസ്കാരഭാവത്തിൽ കൂപ്പിക്കൊണ്ട് ആദ്യമായി കുഞ്ഞ് ഒരു 2 അക്ഷരമുള്ള മന്ത്രം ഉച്ചരിക്കും. അമ്മ എന്ന വാക്കിനെ കുറിച്ച് മാത്രം 2 അക്ഷരവും പിരിത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് 6 മണിക്കൂർ സമയം തരേണ്ടി വരും ഇത്രയും പറയാൻ. ഞാൻ അതൊന്നും കിടക്കുന്നില്ല. നമുക്കിവിടെ വേറെ വിഷയം കിടക്കുന്നു. ആദ്യമായി കുഞ്ഞ്
അമ്മയുടെ ഉദരത്തിൽ വെച്ചാണത്രേ അമ്മ എന്ന ദ്വയാക്ഷരി മന്ത്രമന്ത്ര ടീച്ചർമാർ പ്രകീർത്തിക്കപ്പെടുന്ന ആ വാക്കുച്ചരിക്കുന്നത്. അമ്മ അകാരം എന്തിനെ സൂചിപ്പിക്കുന്നു? മകാരം ഇരട്ടിച്ചതെങ്ങനെ? അതിലേതെല്ലാം അക്ഷരങ്ങളടങ്ങുന്നു? എന്തൊക്കെയാണ് അതിൻ്റെ സാധ്യതകളെന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതവസാനം അവിടെ നിൽക്കട്ടെ. അപ്പം ആ അമ്മ എന്ന് കുഞ്ഞ് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ആരുണരണം? താൻ ആരുടെ ഉദരത്തിലാണോ കിടക്കുന്നത് ആ അമ്മ ഇതൊന്നും അറിയുന്നില്ല. അമ്മ ഈ കുഞ്ഞിൻ്റെ ചവിട്ടേറ്റ് കുഞ്ഞ് ഏൽപ്പിക്കുന്ന പീഡനങ്ങളേറ്റ് അമ്മ വേദന കൊണ്ട് പുളയുകയാണ്. ഗർഭാവസ്ഥ പോലെ ഒരു ദുരിതാവസ്ഥ ഭൂലോകത്ത് വേറെ ഇല്ലെന്ന് ബൃഹദാരണ്യ ഉപനിഷത്തിലെ ഋഷീശ്വരന്മാർ പറയുന്നു. അതുകൊണ്ടാണ് അമ്മ സർവനാരീക്ഷ പൂജ്യതേ എന്ന് ഭാരതത്തിലെ എല്ലാ ഋഷീശ്വരന്മാരും, പ്രത്യേകിച്ചും ക്രോധഭട്ടാരകൻ എന്ന് പുരാണം പ്രകീർത്തിക്കപ്പെടുന്ന ദുർവാസാവ് മഹർഷി പോലും പറയുന്നു അമ്മ പൂജനീയയാണ് എന്ന്. ഞാൻ അമ്മയുടെ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല, നമുക്കിവിടെ വേറെ വിഷയങ്ങളുണ്ട്. എന്തായാലും ഈ അമ്മേ എന്ന വിളി, കുഞ്ഞിൻ്റെ കരച്ചിലോട് കൂടിയ വിളി കേൾക്കുമ്പോൾ ആദ്യപരാശക്തിയായ ഭവാനി ദേവി ചൈതന്യ രൂപത്തിൽ ഉദരത്തിലെത്തി കുഞ്ഞിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ദേവി എങ്ങനെയാണ് പ്രവേശിക്കുന്നത്, സ്വാമിക്ക് തലയ്ക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് നിങ്ങൾ ദയവായി ചിന്തിക്കരുത്. അങ്ങനെ ദേവിയുടെ പ്രത്യക്ഷ ചൈതന്യ രൂപം കാണുമ്പോൾ കുഞ്ഞ് ആ ഗർഭപാത്രത്തിൽ പ്രകാശമുണ്ടാകുന്നു എന്നാണ്. ഗർഭാവസ്ഥയിൽ ഒരു കുഞ്ഞിനെ പേറുന്ന അമ്മയുടെ ഗർഭോദരത്തിൽ ദേവിയുടെ ചൈതന്യ രൂപം പ്രത്യക്ഷപ്പെട്ടിട്ട്, എന്താ പുത്ര, എന്തിനാ നീ കിടന്ന് കരയുന്നത്? അമ്മ കണ്ടില്ലേ, ഒന്നാമത് ഇരുട്ട്, കയം പിടിച്ച കൂരിരുട്ട്, പിന്നെ ദുർഗന്ധം, ഇതെല്ലാം കൂടെ കൊണ്ട് ഞാൻ എത്ര നാൾ ഈ ഗുഹയിൽ കഴിയേണ്ടി വരും എന്ന ദേവിയുടെ ചോദ്യത്തിന് എത്ര നാൾ നിനക്ക് കഴിയേണ്ടി വരുമെന്നറിയില്ലേ? രോഗാണു മുതൽ 84 ലക്ഷത്തിൽ പരം ജന്മങ്ങൾ ഞാൻ നിനക്ക് തന്നു. ആ ജന്മങ്ങളിലൊക്കെ ഞാൻ നിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അന്നൊക്കെ നിനക്ക് സാത്വികോപദേശവും തന്നിരുന്നു. അന്ന് നീ എൻ്റെ മുമ്പിൽ സത്യം ചെയ്ത പുത്ര, നീ പാപകർമ്മങ്ങൾ ഒന്നും ചെയ്യാതെ എപ്പോഴും ഈശ്വര ചിന്തയോടെ ധർമാർത്ഥ കാമങ്ങൾ അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് അന്ന് നീ പ്രതിജ്ഞ ചെയ്തിരുന്നു. പക്ഷേ നീ പിറന്ന് ഭൂമിയിൽ വീണിടം മുതൽ ആ വാക്കുകൾ മറന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിലും പുണ്യത്തിൻ്റെ അളവ് കൂടുതലുള്ളത് കൊണ്ട് നിനക്ക് ഞാൻ മനുഷ്യജന്മം തന്നിരിക്കുകയാണ്. കുറേ ദിവസം കൂടി കഴിയുമ്പോൾ നീ പ്രകാശമാനമായ ഭൂമിയിലേക്ക് വരും. വന്നു കഴിഞ്ഞാലെങ്കിലും നീ പാപങ്ങൾ ചെയ്യരുതെന്ന് ഉപദേശിച്ചിട്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സമയക്കുറവുണ്ട്, ആ വിഷയം എടുക്കുന്നില്ല ഞാൻ. ഏതായാലും ദേവി അപ്രത്യക്ഷയാകുന്നു. ഏകദേശം 270 ദിവസങ്ങൾ കഴിയുമ്പോൾ കുഞ്ഞ് പക്വമായി ഗർഭോദരത്തിൽ വെച്ച് അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് തൊഴുത അതേ കരങ്ങളോടെ ഭൂമിയെ തൊഴുതുകൊണ്ടാണ് കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. 4.5 വയസ്സ് വരെ കുഞ്ഞ് ഗർഭോദരത്തിൽ വെച്ച് ദേവിയുമായി സംവദിച്ച കാര്യങ്ങളെക്കുറിച്ച് കുഞ്ഞിൻ്റെ മനസ്സിൽ ഓർമ്മ നിൽക്കും. പക്ഷേ 4.5 വയസ്സ് കഴിയുന്നതോടെ കുഞ്ഞിനെ മായ പിടികൂടും. ആ മായ എന്ന 2 അക്ഷരം സമസ്ത ഹൈന്ദവ പുരാണങ്ങളിലും പരാമർശിക്കപ്പെടുന്ന മായ എന്ന 2 അക്ഷരത്തെക്കുറിച്ച് പറയണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടിവരും. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കലാണ് മായ. വാസ്തവത്തിൽ ഇവിടെ തിരുവനന്തപുരവും ഇല്ല, കേരളവും ഇല്ല, ലോകവുമില്ല. ജഗത്ത് മിഥ്യ, ബ്രഹ്മം സത്യമെന്ന് ആദ്യ ഗുരു പറഞ്ഞതാണ് ശരി. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഈ കാണുന്നതോ അത് മായ മൂലം നമ്മെ കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ്. ഇങ്ങനെ ഒരു സംഗതിയേ ഇല്ല. ഉള്ളത് എന്ത് മാത്രമാണ്? ബ്രഹ്മം മാത്രം. ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്ന ഒരാൾ അനുഭവിക്കുന്നതാണ് സച്ചിദാനന്ദം. സത്ത്, ചിത്ത്, ആനന്ദം. സത്തും ചിത്തും ആനന്ദവും ഒത്തുചേർന്നാൽ അമൃതമയമായി. ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു കുംഭം, ഒരു കുടത്തിനകത്ത് നിലവിളക്ക് കത്തിച്ചു വെച്ചാൽ ചുറ്റുമുള്ള ഇരുട്ട് മാറുമോ? ഇല്ല.
അപ്പോൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ കുടം പൊട്ടണം, അല്ലെങ്കിൽ ആ വിളക്കിനെ കുടം പൊട്ടിക്കാതെ പുറത്തെടുക്കണം. കുടം പൊട്ടിക്കാതെ അകത്തിരിക്കുന്ന വിളക്കെടുക്കുക സാധ്യമല്ല, എളുപ്പമല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? കുടത്തെ പൊട്ടിച്ചു കളയണം. കുടത്തെ പൊട്ടിച്ചു കളയലിൻ്റെ പേരാണ് മരണം. അല്ലാതെ അയ്യോ എൻ്റെ അപ്പപ്പം പോയി, എൻ്റെ പ്രാണനാഥൻ പോയി, എൻ്റെ ഈ കടക്കറ്റ സ്വത്തൊക്കെ എങ്ങനെ തിന്നു തീർക്കും ഈശ്വര എന്ന് വിചാരിച്ച് നിലവിളിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ഉടുപ്പ് ഷർട്ട് മാറ്റുന്നത് പോലെ എടുത്തു മാറ്റുന്ന ശരീരം കളഞ്ഞിട്ട് പുതിയ ശരീരം സ്വീകരിക്കുന്നതാണ് നമ്മുടെ അടുത്ത ജന്മം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്ന് എനിക്കറിയില്ല. 895 വർഷങ്ങളായി 895 വർഷങ്ങളായി കേരളത്തിൽ 17ാമത്തെ പ്രാവശ്യം ശരീരമെടുത്ത് നടക്കുന്ന ഒരു മഹായോഗിയുണ്ട്.